അപേക്ഷിച്ചിട്ടും എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് ജോലി അനുവദിച്ചില്ല. ഭിന്നശേഷിക്കാരോട് ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് പെരുമാറുന്നത് പരുഷമായിട്ടാണെന്നും കൊട്ടേക്കാട് കുറിപ്പറമ്പ് ചന്ദ്രമോഹനൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഇന്റർവ്യൂ നടത്തിയെങ്കിലും ഒഴിവിൽ പരിഗണിക്കാതെയും മുൻപരിചയം കണക്കാക്കാതെയും അവഗണിച്ചെന്നും ചന്ദ്രമോഹനൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഭിന്നശേഷിക്കാരനും ഞരമ്പുകൾക്ക് അസുഖബാധിതനുമായ താൻ വരുമാന മാർഗത്തിനായി 92-ലാണ് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ രജിസ്റ്റർ ചെയ്തത്. ആ ഓഫീസിൽ പോയി അന്വേഷിക്കുമ്പോഴാണ് അതെല്ലാം നിയമനം കഴിഞ്ഞ് ഇനി നിങ്ങൾക്ക് അവിടെ അപ്പോയിന്റ്മെന്റ് ഇല്ല എന്നുള്ള ഓർഡറാണ് സാർ. അവിടുത്തെ ജൂനിയർ സൂപ്രണ്ട് രാജലക്ഷ്മി മേഡം പറഞ്ഞ മേഡമാണ്. ആ മേഡം പറഞ്ഞു സാറ് പാർട്ട് ടൈം സ്വീപ്പർ ജോലിക്കുള്ള ഇന്റർവ്യൂ കഴിഞ്ഞ് എന്നോട് ചോദിച്ചത് ഇന്റർവ്യൂ കഴിഞ്ഞ് 2 ആഴ്ചയ്ക്ക് ശേഷം പോയപ്പോൾ അതിന് നിങ്ങൾക്ക് രജിസ്റ്റർ ഓഫീസറിനെ കുറിച്ച് ജോലിയോട് അനുബന്ധിച്ച് എന്തറിയുന്നതാണ് സാറേ? സ്വീപ്പിംഗ് വർക്ക്, അറ്റൻഡർ ജോലി, പിയൂണ് ആ എക്സ്പീരിയൻസിനോട് ബന്ധപ്പെട്ടതല്ലാതെ ഈ രജിസ്റ്റർ ഓഫീസിന്റെ വർക്ക് എന്നോട് ചോദിച്ച് ഞാൻ എന്താ സാർ പറയുക? അതുകൊണ്ട് ബഹുമാനപ്പെട്ട കലക്ടറെ ഞാൻ വീണ്ടും ഇതിന് തൊട്ട് മുമ്പായിട്ട് മറ്റേ രാജലക്ഷ്മി മേഡത്തെ സമീപിക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഞാൻ വീണ്ടും സാർ അവിടെ പോയി അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോഴുള്ള മേഡം മാധവിക്കുട്ടി മേഡത്തിനെ കൂടി സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതിന് ഞാൻ ഇപ്പോൾ അപ്പോയിന്റ്മെന്റ് ചെയ്തല്ലുള്ളൂ. ഞാൻ പഠിച്ചു വരട്ടെ എന്നാണ് സാർ. പഠിച്ചു വരട്ടെ എന്ന് പറഞ്ഞിട്ട് തന്നെ സാർ വർഷം ഇത്രയും വർഷങ്ങളായി 35 വർഷമായി. ഇനി അത്യാധ്വാനം വരുന്നതോ ഉറക്കമൊഴിക്കുന്നതോ ആയ ജോലി ചെയ്യാൻ കഴിയാത്തതുകൊണ്ട് സ്വകാര്യ മേഖലയിൽ പണിയെടുക്കാൻ കഴിയാത്ത സ്ഥിതിയാണ്. എംപ്ലോയ്മെന്റിൽ തുടരെ പരാതി പറഞ്ഞതിനെ തുടർന്ന് ലോട്ടറി ഓഫീസിൽ 170 ദിവസം ജോലി ലഭിച്ചു. പിന്നീട് ജീവിതം ദുരിതമായി. ഇതേ തുടർന്ന് വീണ്ടും ഓപ്പണിംഗ് അപേക്ഷ നൽകി പരാതി പറഞ്ഞിട്ടും ഫലമുണ്ടായില്ല. പരാതി പറഞ്ഞതിനെ തുടർന്ന് മുൻ കളക്ടർ ജോലി നൽകാൻ നിർദ്ദേശിച്ചെങ്കിലും ഇതുവരെ കിട്ടിയില്ലെന്നും ചന്ദ്രമോഹൻ പറഞ്ഞു. പക്ഷേ അത് സാധ്യമല്ല സാർ. കാരണം അവർ 2 മെഷീൻ ഓപ്പറേറ്റ് ചെയ്യാൻ പറയും, 3 മെഷീൻ ഓപ്പറേറ്റ് ചെയ്യാൻ പറയും, അല്ലെങ്കിൽ രാത്രി നൈറ്റ് ഷിഫ്റ്റ് വരാൻ പറയും. അതിനൊന്നും എനിക്ക് സാധ്യമല്ല. ഡോക്ടർ അങ്ങനത്തെ മരുന്ന്, നൈറ്റ് ഉറക്കമുള്ള ഒരു മരുന്നാണ് കുറിച്ച് തന്നിരിക്കുന്നത്. അതുകൊണ്ട് നൈറ്റ് ഉറക്കമൊഴിക്കാനേ പാടില്ല എന്നാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ നൈറ്റ് ഉറക്കമൊഴിക്കാത്ത ജോലിക്ക് വേറെ ഇത്രയും വർഷത്തിനിടയ്ക്ക് 179 ദിവസം ജില്ലാ ലോട്ടറി ഓഫീസിൽ കറക്റ്റായിട്ട് ജോലി എടുത്തിട്ട് സാർ. അറ്റൻഡർ കം സ്വീപ്പർ ജോലിയായിട്ട് അറ്റൻഡർ ജോലി എടുത്തു. ഉച്ചയ്ക്ക് ശേഷം അവർ സ്വീപ്പിംഗ് ജോലി എല്ലാം എടുത്തിട്ട് ഞങ്ങൾ എംപ്ലോയ്മെന്റ് എന്നുള്ള 2 ആൾക്കാരാണ് സാർ അവിടെ എല്ലാം വൃത്തിയാക്കിയിരുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ സ്വീപ്പറുടെ ജോലി അടക്കം എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട കലക്ടർ അന്നത്തെ ഈ തൊട്ട് മുമ്പുള്ള പേര് പറയാൻ എനിക്ക് അർഹതയല്ല, പ്രിയങ്ക മേഡം എനിക്ക് വേണ്ടി ഒരു ജോലി അനുവദിച്ചു തന്നതായിരുന്നു ജില്ലാ രജിസ്ട്രാർ ഓഫീസ് മുഖേന. ഞാൻ 5/8/2025 ആ ജില്ലാ രജിസ്ട്രാർ ഓഫീസിൽ ആ ഇന്റർവ്യൂവിൽ പങ്കെടുത്തപ്പോൾ ഞാൻ വളരെ പ്രതീക്ഷയോടെയായിരുന്നു ഞാനും എന്റെ കുടുംബവും 2 മക്കളും അടങ്ങുന്ന കുടുംബം പ്രതീക്ഷിച്ചിരുന്നത്. എന്നോട് അവരുടെ ഇന്റർവ്യൂവിലുള്ള മറുപടിയൊന്നും എതിർത്ത് ചോദിക്കാത്തത് കൊണ്ട് ഞാനും എന്റെ കുടുംബവും വളരെ പ്രതീക്ഷിക്കാൻ കാരണം ജില്ലാ കളക്ടറുടെ സമ്മർദ്ദം കാരണം നല്ലൊരു പ്രതീക്ഷയുള്ളതായി. സൗജന്യ വൈഫൈ കണക്ഷൻ അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. ഫ്രീ മോഡം ഇൻസ്റ്റലേഷൻ ചുമ്മാ. സത്യാടോ, എന്റെ വീട്ടിൽ ഈ കണക്ഷനാ. തന്നെയും വിശ്വാസമില്ല. അല്ല കേരള വിഷൻ. കേരള വിഷനിലേക്ക് സ്വാഗതം. ഇപ്പോൾ വൈഫൈ കണക്ഷൻ എടുക്കാം ഫ്രീ ആയി.